ഭാഗമായിട്ട് ഈ കിണറിൽ പുലിയാണോ കടുവയാണോ എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് ക്യാമറ ഫിറ്റ് ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയാണ് കൃത്യമായിട്ട് അതിനൊരു തെളിവ് കിട്ടിയത്. ഇന്നലത്തെ ഞങ്ങളെ ക്യാമറയിൽ പതിയുകയും അത് ലെപ്പേഡാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെപ്പേഡാണെന്നുള്ളത് ആരോഗ്യകരമായ ലെപ്പേഡ് തന്നെയാണ്. അതിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ കൂട് കൊണ്ടുവന്നിട്ടുണ്ട്. പുലിനെ കൂടെ ഇറക്കിയിട്ട് അതിലൊരു ഇര വെച്ചിട്ട് അതിനെ ആകർഷിച്ചിട്ട് ട്രാപ്പ് ചെയ്യാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മുക്കം ഫയർഫോഴ്സും താമരശ്ശേരി റേഞ്ചിലെ സ്റ്റാഫും RRT സ്റ്റാഫും കൂടിയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. വലിയൊരു പൊത്തിലാണല്ലോ ഉള്ളത്. അതെ, ശ്രമകരമാണല്ലോ. അതെ, വളരെ ശ്രമകരമാണ്. കിണറിന്റെ സർഫസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. കിണറിൽ ഇറങ്ങാൻ പറ്റില്ല. കാരണം പുലി കിണറിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു മനുഷ്യനെ ഇറങ്ങിയിട്ട് ഒരിക്കലും അവിടെ ട്രാപ്പ് ഒരുക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാപ്പ് പുറത്തുനിന്ന് ഒരുക്കിയതിന് ശേഷം കൃത്യമായിട്ട് വളരെ ശ്രമകരമായിട്ട് അതിനെ ഇറക്കി വെച്ച് നോക്കാന്നുള്ള ഒരു പരീക്ഷണമാണ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ പിന്നീട് അടുത്ത ഒരു സ്റ്റെപ്പ് ഞങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് ഞങ്ങളെ വിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കാര്യം ഇതാണ്. കൃത്യമായിട്ട് ഞങ്ങൾ ഇന്നലെ ഇര വെച്ചപ്പോൾ അത് കൃത്യമായിട്ട് രാത്രിയിൽ വന്നിരുന്നു. ഞങ്ങൾ ലൈവ് ക്യാമറയും ഞങ്ങളെ ട്രാപ്പ് ക്യാമറയും വെച്ചിട്ട് ആ ക്യാമറയിൽ വന്ന് പതിഞ്ഞതിന്റെ ദൃശ്യമുണ്ട്. രാത്രിയിൽ മാത്രമേ വരുന്നുള്ളൂ. രാത്രിയിൽ ഞങ്ങൾ വെച്ച കോഴീനെ 2 ദിവസമായിട്ട് ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അഡൽട്ടാണ്, വളരെ ചെറുതല്ല, അഡൽട്ടാണ്. 10-45 കിലോ വെയിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ അതെ, ശബ്ദമൊന്നും ഇല്ലാത്ത സമയത്താണ് പുറത്തേക്ക് വരുന്നത്. അതെ, ഇപ്പൊ ഇന്ന് ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കുടുങ്ങുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. കുടുങ്ങിയാൽ ഞങ്ങൾ മയക്കൊടി വെക്കണ്ട. കുടുങ്ങിയാൽ ഞങ്ങൾ ഇത് പൊക്കിയിട്ട് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇന്റീരിയറിൽ കൊണ്ടുപോയിട്ട് കാട്ടിലെ ഇന്റീരിയറിൽ തന്നെ കൊണ്ടുപോയിട്ടിടും.